നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഡയഫ്രമാറ്റിക് ശ്വസനം അഥവാ വയറിലെ ശ്വസനത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇന്ന് നമ്മൾ ഥൊറാസിക് ശ്വസനത്തെ, നെഞ്ചിലൂടെ ശ്വാസമെടുക്കുന്ന രീതിയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു. നമ്മൾ ഓരോരുത്തരും പ്രതിദിനം ആയിരക്കണക്കിന് തവണ ശ്വാസമെടുക്കുന്നു. പക്ഷേ അതിൽ എത്ര തവണയാണ് നാം ബോധപൂർവം ശ്വസിക്കുന്നത്? ഇതാണ് യോഗം നമ്മെ പഠിപ്പിക്കുന്നത്, ശ്വാസത്തെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും. ഥൊറാസിക് ശ്വസനം അഥവാ നെഞ്ചിലെ ശ്വാസം നമ്മുടെ വാരിയെല്ലുകളുടെ വികാസത്തെയും സങ്കോചത്തെയും ആശ്രയിച്ചുള്ളതാണ്. ഇതിൽ പ്രവർത്തിക്കുന്നത് വാരിയെല്ലുകൾക്കും നെഞ്ചിനും ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികളാണ്. ശ്വസിക്കുമ്പോൾ ഇവ വാരിയെല്ലുകളെ മുകളിലേക്കും മുന്നോട്ടും പുറത്തേക്കും വലിക്കുന്നു. ഥൊറാസിക് അറ വികസിക്കുന്നു, ശ്വാസകോശത്തിലേക്ക് വായു വലിച്ചെടുക്കുന്നു. ശ്വാസം വിടുമ്പോൾ ഈ പേശികൾ വിശ്രമിക്കുന്നു, വാരിയെല്ലുകൾ പിന്നോട്ട് മടങ്ങുന്നു, ശ്വാസകോശം വായു പുറത്തേക്ക് തള്ളുന്നു. ഥൊറാസിക് ശ്വാസത്തിന്റെ ആവശ്യകതയെന്താണ്? ഥൊറാസിക് ശ്വസനം വയറിലെ ശ്വസനത്തേക്കാൾ കുറച്ച് കാര്യക്ഷമമാണ്. പക്ഷേ അധികമായ ശാരീരിക പ്രവർത്തനം, ഉദാഹരണത്തിന് ഓട്ടം, കഠിന വ്യായാമം, കായിക വിനോദങ്ങൾ എന്നിവ ചെയ്യുമ്പോൾ ശ്വാസകോശം കൂടുതൽ വായു വലിച്ചെടുക്കേണ്ടതുണ്ട്. അത്തരം സമയങ്ങളിലാണ് ഥൊറാസിക് ശ്വസനം അനിവാര്യമായത്. വയറിലെ ശ്വസനത്തിനെ അപേക്ഷിച്ച് ഥൊറാസിക് ശ്വസനത്തിന് കൂടുതൽ പേശിപരിശ്രമം ആവശ്യമാണ്. കൂടാതെ ശ്വാസകോശത്തിന്റെ മധ്യഭാഗത്തേക്കാണ് വായുവിന്റെ ഭൂരിഭാഗവും പോകുന്നത്. അവിടെ രക്തവിതരണം കുറവാണ്. തുടർച്ചയായി ഇത്തരത്തിലുള്ള ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ പുറംഭാഗങ്ങൾ അതിർത്തി വളർച്ച കാണിക്കാം. ഇത് ആസ്ത്മ, എംഫിസിമ പോലുള്ള രോഗാവസ്ഥകൾക്ക് വഴിവെക്കുന്നു. ഫലമായി നെഞ്ചു വലുതും ബാരലാകൃതിയിലുമാകും, പക്ഷേ ശ്വാസകോശം സ്വാഭാവികമായി ചലിക്കാതെ പോകും. ഥൊറാസിക് ശ്വാസം ഹൃദയത്തിലും മനസ്സിലുമുണ്ടാകുന്ന ഫലങ്ങൾ എന്താണ്? ഥൊറാസിക് ശ്വാസം പാരാസിമ്പത്തറ്റിക് ടോൺ കുറയ്ക്കുകയും സിമ്പത്തറ്റിക് ആധിപത്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഹൃദയമിടിപ്പ് വേഗം, മാംസപേശികളുടെ കഠിനത, തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും രക്തപ്രവാഹം കുറയൽ ഇവയെല്ലാം സംഭവിക്കാം. മനോവിജ്ഞാനപരമായ രീതിയിൽ നോക്കുമ്പോൾ ഭയം, കോപം, ഉത്കണ്ഠ തുടങ്ങിയ വികാരങ്ങൾക്കിടയിൽ മിക്കവാറും എല്ലാവരും ഥൊറാസിക് ശ്വാസം തന്നെ ഉപയോഗിക്കുന്നു. ചിലർക്ക് അത്രമേൽ പതിവാകുന്നു, ഡയഫ്രം മുഴുവൻ നിശ്ചലമാകുകയും മാത്രം മുകളിലെ ശരീരം ശ്വാസപ്രവർത്തനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യോഗയും ഥൊറാസിക് ശ്വസനവും എങ്ങനെ ബന്ധപ്പെടുത്താം? യോഗത്തിൽ ഥൊറാസിക് ശ്വസനം ഒരു പരിശീലന ഘട്ടം മാത്രമാണ്. ഡയഫ്രമാറ്റിക് ശ്വസനവും ക്ലാവിക്കുലാർ ശ്വസനവും ചേർത്ത് പൂർണ്ണശ്വാസം കൈവരിക്കാൻ ഇതും ആവശ്യമാണ്. ഥൊറാസിക് ശ്വസനത്തിന്റെ നിയന്ത്രണം മൂലം ശ്വാസകോശത്തിന്റെ മുഴുവൻ ശേഷിയും പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു. നിഷ്ക്രിയ ഥൊറാസിക് ശ്വസനത്തിന്റെ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് നോക്കാം. 1. ശവാസനയിൽ കിടന്ന് പൂർണ്ണമായി വിശ്രമിക്കുക. 2. ശ്വാസം സ്വാഭാവികമായി പോകട്ടെ. 3. നെഞ്ചിന്റെ വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4. ഡയഫ്രം ഉപയോഗിക്കാതെ വാരിയെല്ലുകൾ വികസിപ്പിച്ചു ശ്വസിക്കുക. 5. ശ്വാസം വിടുമ്പോൾ വാരിയെല്ലുകൾ സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നു. 6. ശ്വാസം ആഴത്തിലെടുക്കുക, പൂർണ്ണബോധത്തോടെ. 7. ഓരോ ശ്വാസത്തിനും ഇടയിലൊരു ചെറിയ നിമിഷം നിർത്തുക. ഏകദേശം 50 ശ്വാസങ്ങൾ വരെ ആവർത്തിക്കാം. അടുത്തത് നിർബന്ധിത നിശ്വാസത്തോടുള്ള ഥൊറാസിക് ശ്വാസ പരിശീലനം. 1. ശവാസനയിൽ കിടന്ന് വിശ്രമിക്കുക. 2. മുകളിൽ പറഞ്ഞതുപോലെ ഥൊറാസിക് ശ്വസനം ആരംഭിക്കുക. 3. കുറച്ചു മിനിറ്റ് കഴിഞ്ഞ് വാരിയെല്ലുകൾ കൂടുതൽ വികസിപ്പിച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുക. 4. ശ്വാസം വിടുമ്പോൾ വാരിയെല്ലുകൾ സ്വാഭാവിക സ്ഥാനത്തിന് പുറത്തേക്കും കൂടി കംപ്രസ് ചെയ്യുക. ശ്വാസകോശം പൂർണ്ണമായി ശൂന്യമാകട്ടെ. 5. തുടർന്ന് വീണ്ടും ശ്വസിക്കുക. വാരിയെല്ലുകൾ സ്വാഭാവികമായി തുറക്കട്ടെ, തുടർന്ന് പൂർണ്ണമായി വികസിപ്പിക്കുക. ഇങ്ങനെ നിഷ്ക്രിയവും നിർബന്ധിതവുമായ ശ്വാസത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഏകദേശം 50 ശ്വാസങ്ങൾ വരെയെങ്കിലും ഈ പ്രാക്ടീസ് തുടരാം. ഥൊറാസിക് ശ്വസനത്തിന്റെ ആത്മീയമായ അർത്ഥമെന്താണ്? ഥൊറാസിക് ശ്വാസം ശരീരത്തിന്റെ മധ്യഭാഗത്തെ ഉണർത്തുന്നു. ഇത് അനാഹത ചക്രവുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നു.
മനസ്സിന്റെയും പ്രണയത്തിന്റെയും കേന്ദ്രമാണിത്. മനഃപൂർവമായ ഥൊറാസിക് ശ്വസനം ദൃഢമായ വികാരങ്ങൾ പുറത്തെടുക്കാനും പിരിമുറുക്കം വിശദിക്കാനും സഹായിക്കാം. പക്ഷേ ശ്വാസത്തെ എപ്പോഴും സംതുലിതമായി ഉപയോഗിക്കുക. വയറിലെ ശ്വസനം, നെഞ്ചിലെ ശ്വസനം, തോളിലെ ശ്വസനം എന്നിവയുടെ സംയോജനമാണ് പൂർണ്ണ പ്രാണായാമം. ശ്വാസമെന്നത് വെറും ജീവൻ നിലനിർത്താനുള്ള പ്രക്രിയയല്ല, ആത്മാവിന്റെ സംഗീതമാണ്. നമുക്ക് ബോധപൂർവം ശ്വസിക്കാനും ആത്മാവിനോട് അടുത്തേക്കു നീങ്ങാനും പഠിക്കാം. നന്ദി. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.